ശ്രീ ശശീന്ദ്രൻ, ഇവിടെ എല്ലാ ഭിന്നതയ്ക്കും കാരണം, പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്ന ഒരാൾ, ഇല്ലെങ്കിൽ DCC സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ച ഒരാളാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു അവസരത്തെ വയനാടിനെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളെയൊക്കെ സംബന്ധിച്ച് ഏതു തരത്തിലായിരിക്കും CPM അവിടെ ഉപയോഗിക്കുക? കോൺഗ്രസിന്റെ DCC അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതും പുതിയ ആളെ തെരഞ്ഞെടുക്കുന്നതും ഒക്കെ അവരുടെ ആഭ്യന്തരമായ സംഘടനാ കാര്യങ്ങളാണ്. അതിന് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. പക്ഷെ അതിലേക്ക് ചെന്നെത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊരിക്കലും ഒരു പൊതു പ്രസ്ഥാനത്തിന് യോജിച്ച രീതിയല്ല. അങ്ങേയറ്റത്തെ ജീർണാവസ്ഥയിലേക്കായിരുന്നു വയനാട്ടിലെ കോൺഗ്രസ് ചെന്ന് അകപ്പെട്ടിരുന്നത്. പരസ്പരം കുതികാല് വെട്ടുക, പരസ്പരം ആക്രമിക്കുക, അതിന്റെ ഫലമായിട്ട് ആളുകൾ ആത്മഹത്യയിലേക്ക് തന്നെ ജീവൻ ഒടുക്കുന്നതിലേക്ക് നീങ്ങുക. ഇതൊരിക്കലും ഒരു പ്രസ്ഥാനത്തിനകത്ത് നിന്ന് ഉണ്ടാകേണ്ടുന്ന വിഷയങ്ങളല്ല. കോൺഗ്രസിന്റെ ഏറ്റവും ഒടുവിൽ ഈ സമീപ ഭാവിയിലാണ് 4 പേർ. ഒരാൾ വളരെ നേരത്തെ ആത്മഹത്യ ചെയ്തതാണ്, മാനന്തവാടിയുള്ള CB ജോൺ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്. അത് കഴിഞ്ഞാൽ 4 പേരാണ്. രാജേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ആൾ മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ കള്ളപ്രമാണം ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് വൻതോതിലുള്ള ലക്ഷക്കണക്കിന് രൂപ അടിച്ചുമാറ്റി അത് പിന്നീട് കൊടുക്കാൻ ആരുമില്ല എന്ന അവസ്ഥ വന്നപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വിജയന്റെയും മകന്റെയും കാര്യം നാടാകെ നല്ലപോലെ ചർച്ച ചെയ്യുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. വലിയ രീതിയിലുള്ള തട്ടിപ്പായിരുന്നു. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം മേടിച്ച് ആ പണം തിരിച്ചു കൊടുത്തില്ല, ജോലി കൊടുത്തില്ല. അതിന്റെയൊക്കെ പ്രശ്നമായിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് നമുക്കൊക്കെ കാണാൻ വേണ്ടി കഴിയും. ജോസ് എന്ന് പറഞ്ഞ ഒരാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് പങ്കെടുത്തൊരു യോഗത്തിൽ കയ്യാങ്കളി ഉണ്ടാവുകയാണ്. വാക്കേറ്റം മാത്രമല്ല, കയ്യാങ്കളി ഉണ്ടാവുകയാണ്. അതിന്റെ പേരിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ്. യോഗസ്ഥലത്ത് വെച്ച് കയ്യാങ്കളി ഉണ്ടായി, പിന്നീട് ആശുപത്രിയിൽ വെച്ച് കയ്യാങ്കളി ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് നിരപരാധിയായിട്ടുള്ള ഒരാളെ കള്ള തെളിവുണ്ടാക്കി. അല്ല, അതാണ് ശ്രീ CK ശശീന്ദ്രൻ, ഇവിടെ ഈ പറയുന്ന വിജയന്റെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ, സാമ്പത്തിക പ്രശ്നം, ആ പെൺകുട്ടി ആത്മഹത്യക്കൊക്കെ ശ്രമിച്ച സമയത്തൊക്കെ CPM വലിയ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിലുള്ളൊരു ശരികേടും ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്രയധികം നേതാക്കൾ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 4 പേര് മരിക്കുക, ആത്മഹത്യ ചെയ്യുക എന്നൊക്കെ പറയുന്നത് പാർട്ടിയെ സംബന്ധിച്ച് അത് കോൺഗ്രസിന്റെ കാര്യമാണ്. താങ്കൾ പറഞ്ഞതുപോലെ അവരത് പരിഹരിക്കട്ടെ. പക്ഷേ അപ്പോൾ നൽകിയിരുന്ന വാഗ്ദാനങ്ങളും ഇല്ലെങ്കിൽ ആ സപ്പോർട്ടുമെല്ലാം തുടർന്നും ഉണ്ടാകുമെന്നാണോ? ഈ ആത്മഹത്യകളിൽ CPM-ന്റേതായിട്ടുള്ള രീതികളിലുള്ള പ്രതിഷേധം ഉയർത്തുമെന്നാണ്? സ്വാഭാവികമായിട്ടും ഈ ജീർണ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുക എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഒരു ഭാഗം ഇപ്പോൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്, കടങ്ങളുടെ ഒരു ഭാഗം. പക്ഷേ പത്മജ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛന്റെ പേര് അച്ഛനാണ് പല ആൾക്കാരോടും തൊഴിൽ കൊടുക്കാൻ അറിഞ്ഞ് കാശ് മേടിച്ചിരിക്കുന്നത്. ജില്ലാ ഖജാൻജി എന്ന നിലക്കാണ് പാർട്ടിയുടെ. ആ അടിസ്ഥാനത്തിൽ അതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്ക് തന്നെയാണ്. ഞങ്ങൾ ഈ കടക്കാരെ അന്വേഷിച്ച് വരാൻ വേണ്ടി പാടില്ല. ആ ഒരു ഉത്തരവാദിത്വം കൂടി പാർട്ടിക്കുണ്ട്. ഇതെല്ലാം രാജിവെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളാകും പരിഹരിക്കുന്നത് ഞങ്ങളാകും ആരും കരുതുന്നില്ല. തികച്ചും അവരുടെ കാര്യമാണെങ്കിലും കോൺഗ്രസിനകത്ത് പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണത് കോൺഗ്രസിന്റെ. പ്രിയങ്ക ഗാന്ധി അവരെ കോൺഗ്രസിന്റെ നേതാക്കളാകെ വയനാട്ടിലൊന്ന് ക്യാമ്പ് ചെയ്ത് തമ്പടിച്ച് സോണിയാഗാന്ധിയും നേതാവും കോൺഗ്രസിന്റെ നേതാവും കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി, ഇവരെല്ലാം ദേശീയ നേതാക്കളാണ്. അവര് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ സംഘടനാ പ്രശ്നം ഉണ്ടായിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എല്ലാവരും വന്ന് കേന്ദ്രീകരിച്ച് അവര് സംഘടനാപരമായ കാര്യങ്ങളും കൂടെ ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതായിട്ട് ഞങ്ങളൊക്കെ. അത് പക്ഷേ കോൺഗ്രസ് നിഷേധിക്കുന്നുണ്ട്. ഷംസാദൊക്കെ നേരത്തെ അതാണ് പറഞ്ഞത്, അതിനുവേണ്ടിയല്ല അവർ വന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ, ഇല്ലെങ്കിൽ പരിഹരിക്കാനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വളരെ നന്ദി ശ്രീ CK ശശീന്ദ്രൻ പ്രതികരിച്ചതിന്.